സീറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനം സമാപിച്ച ശേഷം പുറത്തിറക്കിയ സർക്കുലർ കണ്ട സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെല്ലാം സത്യത്തിൽ നിരാശരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച തെറ്റുകൾ എന്തുകൊണ്ട് തിരുത്തപ്പെടുന്നില്ല എന്നതിന് വ്യക്തമായ തെളിവ് കൂടിയാണ് സിനഡാനന്തര സർക്കുലർ. വിമതരെന്ന പേരിൽ സഭയെ കലാപകലുഷിതമാക്കി ഒറ്റുകൊടുക്കുന്നവർക്കൊപ്പം കൂടിയ ചില മെത്രാൻമാർ തങ്ങളുടെ ചെയ്തികൾ ന്യായീകരിച്ചപ്പോൾ അത് ശരിയായില്ലെന്ന് പറയാൻ കഴിയുന്നവരുണ്ടെങ്കിലും അവരെ നിശബ്ദരാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? സഭയെ നയിക്കാനും വളർത്താനും തിരുത്താനും സാത്താനിക ശക്തികളെ ഇല്ലാതാക്കാനും കഴിയുന്ന നേതൃനിര ഇല്ലാതെ പോയില്ലേ നമ്മുടെ സഭയിൽ? അധികാരമുണ്ടായിട്ടും അത് ശരിയായി ഉപയോഗിക്കാതെ നിഷ്ക്രിയത്വത്തിൽ തുടർന്നാൽ പൂച്ചയ്ക്ക് ആര് മണികെട്ടും? വെറും സ്ഥാപനപരതയിൽ നിൽക്കുന്ന ഒരു സംവിധാനമല്ല ക്രിസ്തുവിന്റെ സഭയെന്ന് വിശ്വസിക്കുന്ന അനേകർ ഇപ്പോഴും പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. വെറും കുർബാന തർക്കമോ വസ്തു ഇടപാടോ ഒന്നുമല്ല പ്രശ്നം. ഇതിനപ്പുറം നിക്ഷിപ്ത താൽപര്യക്കാരുടെ ധന അധികാര സ്ഥാനമോഹങ്ങൾ കാണാതെ പോകരുത്. 4 ആർച്ച് ബിഷപ്പുമാരും 2 പുതിയ ബിഷപ്പുമാരും വന്നപ്പോൾ സഭ ഭൗതികമായി ഇരട്ടി വളർച്ച നേടിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാണോ? ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ആത്മവിമർശനപരമായി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. ഈ സാഹചര്യത്തിൽ ശക്തമായ ബോധ്യങ്ങളുള്ള അടിയുറച്ച വിശ്വാസിയുടെ കുറിപ്പ് നാമെല്ലാം അറിയണം. അത് ഇങ്ങനെ: സീറോ മലബാർ സഭയുടെ 33ാമത് മെത്രാൻ സിനഡിന്റെ 2ാം സമ്മേളനത്തിന് ശേഷമുള്ള സർക്കുലർ കാണാനിടയായി. ഈ സർക്കുലർ നിസ്സഹായതയുടെ പരിവേഷമണിഞ്ഞ ഒരു സഹതാപം സൃഷ്ടിക്കാനും സ്വയം ന്യായീകരിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്നും കൈകഴുകാനും ശ്രമിച്ചതുപോലെ തോന്നി. മൗലിക അവകാശങ്ങളുടെ ലംഘനത്തെക്കുറിച്ച് രാഷ്ട്രീയ അധികാരികളെ ഉപദേശിച്ചപ്പോൾ ഇതേ മൗലികാവകാശം സഭയിൽ നിഷേധിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ ആരെയാണ് ഉപദേശിക്കേണ്ടത്? ഭരണഘടനയെ മാനിക്കാനും വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുമ്പോൾ സാധാരണ കത്തോലിക്ക വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ആശ്രയമായ സഭയുടെ കാനൻ നിയമം കടലാസുപുലിയാണെന്ന് പറയുന്നവരാണ് സഭയ്ക്കുള്ളതെന്ന് മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഐക്യത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന സർക്കുലർ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചത് കൗതുകമുണർത്തി. ഐക്യം നിലനിർത്തുന്നത് നല്ല ഉപദേശം മാത്രമല്ല, കർത്തവ്യവുമാണ്. ഇത് വായിച്ചപ്പോൾ ഓസ്കർ വൈൽഡിന്റെ വരികളാണ് ഓർമ്മ വന്നത്. ദ ഓൺലി തിങ് ടു ഡു ഗുഡ് അഡ്വൈസ് ഈസ് പാസ് ഇറ്റ് ഓൺ. ഇറ്റ് ഈസ് നെവർ ഓഫ് എനി യൂസ് ടു വൺസെൽഫ്. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായതിനാൽ സെപ്റ്റംബർ 12-ന് തിരുമണിക്കൂർ ആരാധന നടത്താമെന്നും ഇതിന് മാനുഷിക പരിഹാരങ്ങൾ അപര്യാപ്തമാണെന്നും ഉള്ള ഉപദേശവും ഏറ്റുപറച്ചിലും നന്നായിരിക്കുന്നു. ഈ വൈകിയ വേളയിലെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി. പ്രിയ പിതാക്കന്മാരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില ക്രിമിനൽ സ്വഭാവമുള്ളവരും വിശ്വാസം അല്പം പോലും ഇല്ലാത്തവരും കത്തോലിക്ക സഭ എന്നാൽ എന്താണെന്ന് തീരെ ബോധമില്ലാത്തവരും ആയ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ 34 രൂപതകളുടെയും പ്രശ്നമാണെന്ന് ആര് പറഞ്ഞു? 34 രൂപതകളിലെയും വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തുന്നതും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതുമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും 34 രൂപതകളിലും വിശ്വാസവും വിധേയത്വവും ശാന്തതയും നിലനിൽക്കുന്നതിന് കാരണം എറണാകുളത്തെ പോലെ ക്രിമിനൽ മനസ്സുള്ളവരും വിശ്വാസമില്ലാത്തവരുമല്ല ഈ രൂപതകളിൽ ഉള്ള ദൈവജനം എന്നതുകൊണ്ട് തന്നെയാണ്. എറണാകുളത്തെ കുർബാനയെക്കുറിച്ചുള്ള തർക്കം 34 രൂപതകളുടെയും പ്രശ്നമായി അവതരിപ്പിക്കേണ്ടത് എറണാകുളത്തെ ചിലരുടെ മാത്രം ആവശ്യമാണ്. അറിഞ്ഞോ അറിയാതെയോ സിനഡ് അത് ഏറ്റുപറയുന്നു. എന്നാൽ 34 രൂപതകളിലെയും വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും വ്രണപ്പെടുത്തുന്നതിന് കാരണം പ്രധാനമായും സഭയിൽ ഇന്ന് സഭയുടെ വിശ്വാസവും സത്യവും നീതിയും ധാർമ്മികതയും സംരക്ഷിക്കപ്പെടുന്നില്ലെന്നും അത് സംരക്ഷിക്കാനുള്ളവർ അതിന് മുതിരുന്നില്ലെന്നതുമാണ്. എന്തുകൊണ്ടാണ് വിശ്വാസത്തിനെതിരായും സത്യത്തിനെതിരായും ധാർമ്മികതയ്ക്കെതിരായും മുഷ്ടി ഉയർത്തിയപ്പോൾ അപ്പസ്തോലിക ധൈര്യത്തോടെ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല? കലഹപ്രിയരെ ഭിന്നിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ചെവി കൊടുത്തില്ല? എന്തുകൊണ്ട് കലഹപ്രിയരെ ഒന്നിപ്പിക്കാൻ അന്യായമായ വഴികൾ തേടി? ഭരണഘടനയ്ക്കും നീതിക്കും വേണ്ടി വാദിക്കുമ്പോൾ എന്തുകൊണ്ട് സാധാരണ വിശ്വാസിയുടെ ഭൗതിക നീതി നടപ്പിലാക്കി വിശ്വാസം സംരക്ഷിക്കാൻ സഭ കൽപ്പിച്ചു തന്ന കാനൻ നിയമത്തെയും സഭയുടെ സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്തുവാൻ നിരന്തരം പരിശ്രമിക്കുന്നു? അവയൊന്നും പറയാതെ നിസ്സഹായത ഭാവിക്കുന്നത് ശാശ്വതമായ പരിഹാരമല്ല. വിശ്വാസവും സത്വവും ധാർമ്മികതയും സംരക്ഷിക്കാനും നടപ്പിലാക്കാനുമുള്ള അപ്പസ്തോലിക ധൈര്യമാണ് ഉണ്ടാവേണ്ടത്. നാടകങ്ങളിലെ ഭ്രാന്തൻ കഥാപാത്രങ്ങളെ പോലെ ആരോടെന്നില്ലാതെ ദൂരേക്ക് നോക്കി സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ മാത്രമാകാതെ ആ മനുഷ്യൻ നീ തന്നെ എന്ന പ്രവാചക ധൈര്യം കാട്ടാൻ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്.